സുഹൃത്തുക്കളെ, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? വെയിറ്റിംഗ് ലിസ്റ്റ്. ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഉടനെ കാണും WL25, WL40, WL60. അപ്പോൾ നമ്മൾക്ക് ഉടനെ സംശയം തുടങ്ങും. ഇത് ഉറപ്പാകുമോ? അല്ലെങ്കിൽ യാത്ര റദ്ദാക്കേണ്ടി വരുമോ? പക്ഷെ അധികം ആളുകൾക്കറിയാത്തൊരു ചെറിയ ട്രിക്കുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ ടിക്കറ്റ് ഉറപ്പാകാനുള്ള സാധ്യത വളരെ കൂടും. ആദ്യം ഒരു പ്രധാന കാര്യം, വെയിറ്റിംഗ് ലിസ്റ്റ് എല്ലാം ഒരുപോലെയല്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് GNWL, RLWL, PQWL എന്നിങ്ങനെ പല തരത്തിലുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് കാണാം. ഇവയിൽ GNWL ആണ് ഏറ്റവും നല്ലത്. ഈ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുകൾക്ക് ഉറപ്പാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ PQWL അല്ലെങ്കിൽ RLWL ആണെങ്കിൽ ഉറപ്പാകാനുള്ള സാധ്യത കുറവായിരിക്കും. അതിനാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ തരം ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനിയൊരു സൂപ്പർ ട്രിക്ക് പറയാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കണ്ണൂർ മുതൽ മുംബൈ വരെ പോകണം എന്ന് കരുതൂ. നേരിട്ട് തിരഞ്ഞപ്പോൾ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെന്ന് കാണിച്ചു. അപ്പോൾ ഉടനെ ബുക്ക് ചെയ്യാതെ അടുത്തുള്ള സ്റ്റേഷനുകൾ ഉപയോഗിച്ച് തിരയുക. ഉദാഹരണത്തിന് കോഴിക്കോട് മുതൽ മുംബൈ അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ മുംബൈ. പലപ്പോഴും അതേ ട്രെയിൻ തന്നെയായിരിക്കും, പക്ഷേ ടിക്കറ്റ് ലഭ്യമായിരിക്കും. ഇത് സംഭവിക്കുന്നത് റെയിൽവേയിലുള്ള സ്റ്റേഷൻ ക്വാട്ട വ്യത്യാസം കാരണമാണ്. അതിനാൽ ചെറിയ സ്റ്റേഷൻ മാറ്റം മാത്രം ചെയ്താലും വെയിറ്റിംഗ് ലിസ്റ്റ് ഒഴിവാക്കി ഉറപ്പായ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ചെറിയ ടിപ്പ്. നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് എടുത്താൽ ഉറപ്പാകാനുള്ള സാധ്യത പരിശോധിക്കാൻ സൗകര്യമുണ്ട്. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ടിക്കറ്റ് ഉറപ്പാകാനുള്ള ശതമാനം കാണിക്കും. ശതമാനം കൂടുതലാണെങ്കിൽ പലപ്പോഴും ടിക്കറ്റ് ഉറപ്പാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ 12 മുതൽ വെയിറ്റിംഗ് ലിസ്റ്റ് കണ്ടാൽ പേടിക്കേണ്ട. വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ തരം നോക്കുക. അടുത്ത സ്റ്റേഷനുകൾ ഉപയോഗിച്ച് തിരയുക. ഉറപ്പാകാനുള്ള സാധ്യത പരിശോധിക്കുക. ഇവ ചെയ്താൽ പലപ്പോഴും ടിക്കറ്റ് ഉറപ്പായി കിട്ടും. ഇത്തരത്തിലുള്ള യാത്രാ ട്രിക്കുകളും ബജറ്റ് ടിപ്പുകളും അറിയാൻ പോക്കറ്റ് ഗൈഡ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം സ്മാർട്ടായി യാത്ര ചെയ്യുന്നത് ഒരു കഴിവാണ്.